വൈബിലേക്ക് പോകാം. ദിലീപ്, ടീമിനെ വിളിക്കാം. ടീമിന്റെ പെർഫോമൻസ് തുടങ്ങാം. നമുക്കൊരു സൈഡിലേക്ക് മാറാം. വേദിയിൽ ഇതാ നമ്മുടെ അനിൽ ചേട്ടന്റെ ടീം ഒരുക്കുന്ന ആദ്യത്തെ സംഘനൃത്തം ഇതാ. ഉഷാറാക്കി നമ്മളങ്ങ് തകർത്ത് തിമിർത്ത് പോവാണ്. നമ്മുടെ പ്രേക്ഷകരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. പിന്നെ നമ്മളെ കൂട്ടത്തിൽ കുറെ കലാകാരന്മാരുണ്ട് കേട്ടോ, അവരൊക്കെ പാട്ടിൽ മനസ്സൊക്കെ വേണ്ടേ. കൂട്ടത്തിൽ കുറെ കലാകാരന്മാരൊക്കെ എല്ലാവർക്കും അവസരം. ഇവിടെ ടി.വി. പ്രസാദിന്റെയും ആർ റോഷിപാലിന്റെയും ചുവടുകൾ കണ്ട് ഞെട്ടിയറിഞ്ഞു, ഞെട്ടി തരിച്ചു പോയി. രഞ്ജിത്ത് പറഞ്ഞ കൂട്ടത്തിലുള്ള കലാകാരനാരാണെന്നറിയോ? രഞ്ജിത്ത് തന്നെ. അല്ല സുജി അവിടുന്ന് ഓരോരാളായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചല്ലോ, എന്നിട്ട് അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് മുങ്ങി വന്ന ഒരാളുടെ കൂട്ടത്തിൽ അറിയാമോ? നേരത്തെ ഒന്ന് കറക്കിയപ്പോ അതിന്റെ ഭാര്യ വിളിച്ചു, ഇനി കറക്കിയാലും വീട്ടിൽ കേട്ടില്ല. അതില് രണ്ട് കുട്ടികളൊക്കെ ആയപ്പോ കുറച്ച് റിസർവ്ഡ് ആയോ? വൈബ് ഒന്ന് മാറ്റി പിടിച്ചോ? ഇല്ല ഒരിക്കലും ഇല്ല, ഫുൾ വൈബിലാണ്. ബേസിൽ ജോസഫിനെ പറയുമല്ലോ എല്ലാവരും തന്ത വൈബ് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ബേസിൽ പറയുന്നതാണ് തന്ത വൈബ് അല്ല വൈബ് തന്ത. അതേപോലെയാണ് പാതിൽ വൈബ് തന്ത. അപ്പൊ അങ്ങനെ വൈബുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജെൻസ് ഇങ്ങനെ മാറി വരുമ്പോഴേക്കും ബീറ്റയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. ഏത് ബീറ്റ വന്നാലും നമ്മുടെ വൈബ് ഇതുപോലെ ഉണ്ടാകും. ഉറപ്പല്ലേ? എന്താ സംശയം? അങ്ങനെയുള്ള ഒരു ഏജ് ഗ്യാപ്പ് ഒന്നും ഇല്ല.